9 വർഷം 8 വർഷം അതിൻ്റെ കൂടെ നിന്ന് നമ്മൾ പറയുക കൈലി കുത്തി നടന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അറിയാൻ പറ്റും. എവിടെ നമുക്ക് ഡ്രോബാക്ക് ഉണ്ടാവും, അത് നമ്മൾ ഡ്രോബാക്ക് എന്ന് പറയാൻ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഡ്രോബാക്ക് പറ്റില്ല. ഓരോ ലെറ്ററും ഓരോ അരമണിക്കൂറിന് സൂചിപ്പിക്കും. ഇവിടെ അരമണിക്കൂറിന് സിസ്റ്റം മാത്രമേ ഉള്ളൂ, അല്ലാതെ 5 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ 3 മിനിറ്റ് അങ്ങനെ ക്യാൻഡിൽ ടൈം വെച്ചുള്ള ക്യാൻഡിലില്ല. അരമണിക്കൂറിന് ഓരോ ലെറ്ററും ഫോർമേറ്റ് അത്രേ ഉള്ളൂ. പ്രൈസിന് ഒരു കൊടുത്തുകൊണ്ട് സമയത്തിനെ കട്ട് ഡൗൺ ചെയ്തിട്ട് മിനിമലൈസ് ചെയ്ത് കാണിക്കും. ഇപ്പം നിങ്ങൾ 10 ക്യാൻഡിൽ കാലത്തേക്കാണെങ്കിൽ ഇവിടെ ഇത്രയാണ്. ആ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ, വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 15 ക്യാൻഡിൽ ഒരുമിച്ച് കാണും. ഫോർ എക്സാമ്പിൾ നമ്മൾ 10 രൂപയ്ക്ക് ഒരു ട്രേഡ് ചെയ്യണം. ആ കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വൈകിട്ട് വരെ 10 രൂപ ട്രേഡ് ചെയ്യും. നമുക്ക് നിങ്ങൾ 5 മിനിറ്റ് ക്യാൻഡിൽ വേണ്ടി എത്ര ക്യാൻഡിൽ കാണും? കാരണം ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രൈസ് ടൈം ഡിസൈഡ്സ് ദ ക്യാൻഡിൽ എന്ന് പറയണം. സമയത്തിനാണ് ക്യാൻഡിലുള്ള കാര്യം. ഇവിടെ അങ്ങനെയല്ല, എ ബി സി ഡി തൊട്ട് ഓരോ ലെറ്റർ മാത്രം കാണും, സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാവുന്ന വെച്ചേക്ക് മാർക്കറ്റ് ഇടത്തും പോയിട്ടില്ല, ഇത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ട്രേഡ് ചെയ്യേണ്ട ഈ സാധനത്തിൽ ട്രേഡ് ചെയ്യാൻ കാരണം വേണോ? വിഷു ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഓരോരുത്തർക്ക് ഓരോ രീതികളുണ്ടാവും, ശരിയല്ലേ? ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ എനിക്കുണ്ടാവും, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും. ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച മാതിരി തന്നെ. അപ്പോൾ വിഷ്ണുവിൻ്റെ ജസ്റ്റ് ഒന്ന് പറയാമോ? ആക്ച്വലി ഞാനൊരു അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിയാണ് ഞാനിപ്പോൾ ട്രേഡിംഗിൽ യൂസ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ എൻട്രി എക്സിറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യണം അവനാണ്. സോ അത് ഒരു ടെക്നിക്കൽ ടൂൾ മാത്രമാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പലരും കേട്ട് കാണും. ഇപ്പം ഇഷ്ടംപോലെ ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്, മാർക്കറ്റ് പ്രൊഫൈലും ചോദിച്ചു വരുന്നുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജി മാർക്കറ്റ് പ്രൊഫൈലാണ്. ആ ഒരു ടെക്നിക്കൽ ടൂൾ മാത്രമാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് പോലെ അല്ലെങ്കിൽ റെങ്കോ ചാർട്ട് പോലെ അല്ലെങ്കിൽ പോയിന്റ് ആൻഡ് ഫിയർ പോലെ ഇത് ഒരു അഡ്വാൻസ്ഡ് ആയ സാധനമാണ്. ഇതിന് കുറച്ചൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് വെച്ചാൽ ഇതിനൊരു കോസ്റ്റ് എഫക്റ്റീവ് ഉണ്ട്. അതായത് നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂയിലോ അല്ലെങ്കിൽ ഗോ ചാർട്ടിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് എടുക്കുമ്പോൾ ആലിസ് ബ്ലൂ ട്രേഡിംഗ് വ്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിലെടുക്കുമ്പോൾ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് അറിയാൻ പറ്റും. അതേ സ്ഥാനത്ത് ഇതൊരു അനാലിസിസ് ടൂളാണ്. പക്ഷേ ഇതിന് കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കണം. കാരണം ഇതൊരു വർക്ക് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസും ബാക്കിയുള്ള ഡീകോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അൽഗോരിതം വർക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ബാക്ക് എൻഡ് വർക്കുള്ളതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പലരും ഈ ഒരു സെറ്റ് ഓഫ് ടൂളിലേക്ക് പോകാത്തത്. സോ ഞാൻ ഉപയോഗിക്കുന്ന പ്യൂർലി മാർക്കറ്റ് പ്രൊഫൈലാണ് ഫ്രം ലാസ്റ്റ് 2016 തൊട്ട്. സോ ഞാൻ പ്യൂർലി മാർക്കറ്റ് പ്രൊഫൈലാണ്. ഞാൻ ഓർഡർ അതിന് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ട്രേഡ്സ് കുറയും. ദാറ്റ് ഈസ് ഫസ്റ്റ് ലാസ്റ്റ് എന്ത് വേണം പറഞ്ഞോ, നമ്പർ ഓഫ് ട്രേഡ്സ് ഡിക്രീസ് ആവും. അതിന് സെറ്റ് ഓഫ് റൂൾസ് കൃത്യമായിട്ടുണ്ട്. ആ റൂൾസ് ഫോളോ ഞാനൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ടൈം 1:45 2:15 ടൈമത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൊഫൈലാണ്. ദാറ്റ് ഈസ് കാൾഡ് ജെ പി ഡി എന്ന് മാർക്കറ്റിൽ പറയും, ജോക്കർ. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ജോക്കറാണ്. വെൻ യു സീ ജോക്കർ യു ബുക്ക് ദ പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ ലോയും ഹൈ എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മോളിൽ പോകണമെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷാണ്, അതിന് താഴെ പോകണമെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകും. ഈ ഒരു സെറ്റ് ഓഫ് റൂൾസ് എനിക്ക് വർക്കാവും. സോ ഇതെല്ലാം മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്ത് ഉണ്ടായ കാര്യമാണ്. ഇതൊരു ഇത് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കണം, 2 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ, 1 മാസം കൊണ്ട്. അത് ഒന്നും നടക്കില്ല. ടു ബി ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ നടക്കില്ല. സമയത്തിനാണ് ക്യാൻഡിലുള്ള കാര്യം. ഇവിടെ അങ്ങനെയല്ല, എ ബി സി ഡി തൊട്ട് ഓരോ ലെറ്റർ മാത്രം കാണും, സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാവുന്ന വെച്ചേക്ക് മാർക്കറ്റ് ഇടത്തും പോയിട്ടില്ല, ഇത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ട്രേഡ് ചെയ്യേണ്ട ഈ സാധനത്തിൽ ട്രേഡ് ചെയ്യാൻ കാരണം വേണോ? നമ്മൾ ലൈവിൽ എൻട്രി ചെയ്ത് അതിൻ്റെ ന്യൂനതകൾ നോക്കി നമ്മൾ ലൈവിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഡ്രോബാക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് പ്രൊഫൈൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടും. ഡേറ്റ പ്രകാരം 90% ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഞാൻ പറയാം അല്ല, എനിക്ക് 72 ഉള്ളൂ, 72% എനിക്ക് ആക്യുറേറ്റ് ഉള്ളൂ. ഞാൻ അതിന് ഒരു 1% കൂട്ടാൻ കിടന്ന പാട് പറഞ്ഞപ്പോൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ പ്യൂർലി ടെക്നിക്കൽ ലിസ്റ്റുകളാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത് ഇന്ത്യ മാർക്കറ്റിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ക്യാൻഡിൽ സ്റ്റിക്ക് ഇന്ത്യ മാർക്കറ്റിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? അല്ലല്ലോ. സോ ടെക്നിക്കൽ ലിസ്റ്റുകളാകുമ്പം each and every corner, every new country, every instrument it will work, provided you are getting with a fine data. ഇത് ഡേറ്റ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം മതി. ഇത് പ്യൂർലി ഒരു ടൈം ബേസ്ഡ് കാറ്റഗറി ട്രേഡിംഗ് ആണ്. ഒരു ക്യാൻഡിലിന് പകരം ഒരു സമയത്തിനെ കൊടുത്തുകൊണ്ട് ആ സമയത്തിന് ഒരു പേര് വെച്ച് അതിനെ ട്രേഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി മാത്രമാണ്. അല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 9:15 9:45 നമ്മുടെ പറയുന്നത് നിങ്ങളൊരു ഓപ്പൺ ക്യാൻഡിൽ എന്ന് പറയും. നമ്മൾ ആ അരമണിക്കൂർ ക്യാൻഡിലിനെ പറയുന്ന പേര് APD ഇടും, A for ആക്ഷൻ. അങ്ങനെ A തൊട്ട് M വരെ ABCDEFGHIJKLM എന്ന് പറഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 3:15 3:30 ആ ഒരു 15 മിനിറ്റ്. ഇതാണ് ടൈം ഫ്രെയിം. ഓരോ ലെറ്ററും ഓരോ അരമണിക്കൂറിന് സൂചിപ്പിക്കും. ഇവിടെ അരമണിക്കൂറിന് സിസ്റ്റം മാത്രമേ ഉള്ളൂ, അല്ലാതെ 5 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ 3 മിനിറ്റ് അങ്ങനെ ക്യാൻഡിൽ ടൈം വെച്ചുള്ള ക്യാൻഡിലില്ല. അരമണിക്കൂറിന് ഓരോ ലെറ്ററും ഫോർമേറ്റും അത്രേ ഉള്ളൂ. പ്രൈസിന് ഒരു കൊടുത്തുകൊണ്ട് സമയത്തിനെ കട്ട് ഡൗൺ ചെയ്തിട്ട് മിനിമലൈസ് ചെയ്ത് കാണിക്കും. ഇപ്പം നിങ്ങൾ 10 ക്യാൻഡിൽ കാലത്തേക്കാണെങ്കിൽ ഇവിടെ ഇത്രയാണ്. ആ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ, വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 15 ക്യാൻഡിൽ ഒരുമിച്ച് കാണും. ഫോർ എക്സാമ്പിൾ നമ്മൾ 10 രൂപയ്ക്ക് ഒരു ട്രേഡ് ചെയ്യണം. ആ കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വൈകിട്ട് വരെ 10 രൂപ ട്രേഡ് ചെയ്യും. നമുക്ക് നിങ്ങൾ 5 മിനിറ്റ് ക്യാൻഡിൽ വേണ്ടി എത്ര ക്യാൻഡിൽ കാണും? കാരണം ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രൈസ് ടൈം ഡിസൈഡ്സ് ദ ക്യാൻഡിൽ എന്നാണ് പറയണം. സമയത്തിനാണ് ക്യാൻഡിലുള്ള കാര്യം. ഇവിടെ അങ്ങനെയല്ല,
ABCD തൊട്ട് ഓരോ ലെറ്റർ മാത്രം കാണും, ഓക്കെ. സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാവുന്ന വെച്ചിക്ക് മാർക്കറ്റ് ഇടത്തും പോയിട്ടില്ല, ഇതവിടെ കിടക്കുകയാണ്. ഉണ്ട്. അതെ. അപ്പോൾ എനിക്ക് ഈ ട്രേഡ് ചെയ്യേണ്ട ഈ സാധനത്തിൽ ട്രേഡ് ചെയ്യാൻ കാരണം വേണോ? അതെ. അതാണ് നമ്പർ ഓഫ് ട്രേഡ് വിൽ ഡിക്രീസ്. നമ്മളൊരു കൺഫ്യൂഷനിൽ ട്രേഡ് ചെയ്യും. ഇവിടെ നമുക്ക് ക്ലിയർ കട്ട് ക്ലിയർ ആയിട്ട് ഐഡിയ ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അറിയാൻ പറ്റും, അതിൽ തന്നെ പല സെറ്റപ്സുകളുണ്ട്. ഓർഡർ ഫ്ലോ എന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട്. അതിൻ്റെ ലെവൽ 3 ഒക്കെയാണ് നമുക്കിവിടെ ഉള്ളൂ. ലെവൽ 4ഉം ലെവൽ 5 ഡാറ്റ ഒക്കെ ഇപ്പോൾ US ബാക്കിയുള്ള കൺട്രീസിൽ അവൈലബിൾ ആണ്. സോ അത് കുറച്ചും കൂടെ ഹൈ എൻഡ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിനെല്ലാം കോസ്റ്റ് വരും. ഈ കോസ്റ്റ് വരുമ്പോഴാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെറിയ രീതി അവിടെ നിന്ന് എടുത്ത് പഠിച്ച് നോക്കാതെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, നിങ്ങളത് ടൈം ഡെറൈവ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഡിഫൈൻ ചെയ്ത് ടൈം കൊടുക്കാൻ പറ്റുമെങ്കിൽ ബാക്കപ്പ് പ്രൊഫൈൽ ഈസ് ദ ബെസ്റ്റ്. ട്രേഡിൻ്റെ എണ്ണം കുറഞ്ഞാൽ തന്നെ പ്രോഫിറ്റ് കൂടും. അതെ. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ലൈക്ക് മാർക്കറ്റ് പ്രൊഫൈൽ, അതേമാതിരി തന്നെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന്. ഓർഡർ ഫ്ലോ ഒന്നുമില്ല. എക്സ്റേ ഓഫ് എ കാൻഡിൽ. നിങ്ങൾ ചെസ്റ്റിൻ്റെ നമുക്ക് ഇൻഫെക്ഷൻ അടിച്ചു, ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കാൻ ഡോക്ടർ പറയും. ഏതെങ്കിലും കാൻഡിൽ കാണും, കാൻഡിലിനകത്തുള്ള കാര്യങ്ങൾ പുറത്ത് കാണാം, അത്രേ ഉള്ളൂ. അതിനകത്ത് ബയറും സെല്ലറിൻ്റെ പൊസിഷൻ സൈസിങ് അറിയാൻ പറ്റും, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ നല്ല ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ കട്ട് അറിയാൻ പറ്റും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ലോക്കലാണോ FPI ആണോ പ്ലേ ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ വോളിയം കാറ്റഗറി കുറേ ഇഷ്ടംപോലെ അണ്ടർ കാറ്റഗറി ഇഷ്ടംപോലെ ഉണ്ട്. പ്യൂർലി അത് അത്ര എക്സ്ട്രാ എഫ് ക്യാൻഡിലാണ് കാണുന്നത്. അതിനകത്ത് നിങ്ങൾ കയറി കാണുന്നു, ബൈനോക്കുലർ വെച്ച് കാണുന്നു, അല്ലെങ്കിൽ നമ്മളെ മാഗ്നിഫൈക്കർ വെച്ച് കാണുന്ന പോലെ അകത്ത് കാണാം എത്ര പേര് വാങ്ങുന്നു, എത്ര പേര് വിൽക്കുന്നു, അത്രേ ഉള്ളൂ.